ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തൃശൂർ മണ്ഡലത്തിൽ നിന്നുള്ള വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് ബി.ജെ.പി. ലോക്സഭയിലേക്ക് കേരളത്തിന്റെ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിൽ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ് പാർട്ടി. ഇടത് വലതു മുന്നണികളെ ജനം മടുത്തതിന്റെ തുടക്കമാണ് തൃശൂരിലെ മിന്നും ജയമെന്ന് വിലയിരുത്തുന്ന നേതൃത്വം തുറുപ്പുചീട്ടിറക്കി വോട്ട് നില മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിലാണ്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നതായാണ് സൂചന. ഇതുവരെ മത്സരിച്ച എല്ലാ തിരഞ്ഞെടുപ്പുകളിലും വോട്ട് സഖ്യം കൂട്ടി വനിതകൾക്കും വീട്ടമ്മമാർക്കുമിടയിൽ ഏറെ സ്വാധീനം ചെലുത്താൻ സാധിച്ച ശോഭാ സുരേന്ദ്രനെ മുൻനിർത്തി തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഇപ്പോഴേ തുടങ്ങാനാണ് ലക്ഷ്യമിടുന്നത്. മാത്രമല്ല, വരുന്ന തിരഞ്ഞെടുപ്പിൽ 60 സീറ്റിൽ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കാനാണ് കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും സംസ്ഥാന നേതൃത്വത്തിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. 87 കാലഘട്ടങ്ങളിൽ KR ഗൗരിയമ്മ മുഖ്യമന്ത്രിയായിരിക്കാൻ സാധ്യതയുണ്ടെന്ന പ്രചാരണം അഴിച്ചുവിട്ടത് അന്ന് CPMന് ഏറെ ഗുണം ചെയ്തിരുന്നു. എന്തൊക്കെയോ കാരണങ്ങളാൽ അവർ മുഖ്യമന്ത്രിയാകാതെ പോയി. പിന്നീടൊരു കാലത്ത് സുശീല ഗോപാലന്റെ പേരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വന്നതും രാഷ്ട്രീയ മണ്ഡലത്തിൽ ഏറെ ചർച്ചയായിരുന്നു. കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന ആവശ്യവും മുറവിളി കൂട്ടാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഇവിടേക്കാണ് കേരളത്തിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി എന്ന ആയുധം ബി.ജെ.പി. തുറുപ്പുചീട്ടാക്കാനൊരുങ്ങുന്നതെന്ന സൂചന. പൊതുമണ്ഡലത്തിൽ സ്വീകാര്യയായ ശോഭാ സുരേന്ദ്രനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവതരിപ്പിച്ച് പ്രചാരണം ഏകോപിപ്പിക്കുന്നതിൽ RSSും മോദിയും അമിത്ഷായുമൊക്കെ പച്ചക്കൊടി കാട്ടിയെന്നാണ് വിവരം. ഇതിന്റെ മുന്നൊരുക്കമായാണ് സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ മോദി ശോഭയെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതെന്നു സൂചനയുണ്ട്. ബി.ജെ.പി. നേതൃത്വ യോഗത്തിൽ ഇക്കാര്യം എടുത്തിട്ടുണ്ടെന്നാണ് വിവരം. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ടാക്കിയ 60 മണ്ഡലങ്ങളിൽ ഇക്കുറി ശക്തമായ പ്രചാരണമായിരിക്കും ഉണ്ടാകുക. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായാണ് ബി.ജെ.പി. നേതൃത്വയോഗം നടക്കുന്നത്. തൃശൂരിലെ വിജയത്തിന്റെ തിളക്കം നേതാക്കളുടെ വാക്കുകളിൽ പ്രതിഫലിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളം ബി.ജെ.പിക്ക് ബാലികേറാമലയല്ലെന്ന് തെളിഞ്ഞതെന്നും സർവേ ഫലങ്ങൾ തെറ്റിച്ചുകൊണ്ട് ബി.ജെ.പിയുടെ മുന്നേറ്റമെന്നും സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. പത്മജ വേണുഗോപാലും PC ജോർജും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്തില്ലെന്നതും ശ്രദ്ധേയമാണ്. കോർ കമ്മിറ്റി യോഗത്തിൽ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ എന്നിവരും പങ്കെടുത്തിരുന്നു. 1.5 വർഷം തൃശൂരിൽ നടത്തിയ കഠിന പ്രയത്നമാണ് വിജയിക്കാൻ കാരണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ആദ്യ പടിയെന്നോണം ശോഭാ സുരേന്ദ്രനെ വീണ്ടും കോർ കമ്മിറ്റിയിലേക്ക് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പത്മജ വേണുഗോപാൽ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുന്ന കാര്യത്തിലും PC ജോർജിന് എന്ത് പദവി നൽകുമെന്നതിനും സംബന്ധിച്ച് തീരുമാനം ഉടൻ വരുമെന്നാണ് അറിയുന്നത്.